നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡയബറ്റിക് അഥവാ പ്രമേഹം ആ ഒരു അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. അതായത് ഡയബറ്റിക് ആയിട്ടുള്ളവർ അഥവാ പ്രമേഹ രോഗികൾ ഏതൊക്കെ തരം ഫുഡ് കഴിക്കണം, ഏതൊക്കെ തരം ഫുഡ് കഴിക്കാൻ പാടില്ല, എത്ര അളവ് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ. അതേപോലെ തന്നെ എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം. ആ വ്യായാമങ്ങൾ ഇന്നിവിടെ കാണിക്കുന്നില്ല, അത് നമ്മൾ അടുത്ത ദിവസം കാണിക്കും. അപ്പോൾ ഇന്ന് അതിൻ്റെ ആ തിയറി വശങ്ങൾ, അതായത് ഞാൻ ഈ പറഞ്ഞ ഡയറ്റ്, അതേപോലെ തന്നെ അവർ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, ഇവ മാത്രം ശ്രദ്ധിച്ച് കേൾക്കുക. ആ ശ്രദ്ധിച്ച് കേട്ടിട്ട് അതനുസരിച്ച് വേണം നമുക്ക് നാളെ മുതൽ ഈ യോഗ പരിശീലനം ആരംഭിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ഷമയോടെ കേട്ടിരിക്കുമല്ലോ. യെസ്, നല്ല കുട്ടികൾ കേട്ടിരിക്കുക. ഓക്കെ, ഇന്ന് ഡയബറ്റിക് അഥവാ പ്രമേഹം എന്നുള്ളത് എല്ലാ ആളുകളിലും കണ്ടുവരുന്നുണ്ട്. എല്ലാ ആളുകളിലും എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാരിലും എന്നുള്ളതാണ്. വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. പക്ഷെ നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് എന്തുകൊണ്ടാണ്? പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് പ്രമേഹം അഥവാ ഡയബറ്റിക് എന്നുള്ള അസുഖം ഉണ്ടായിരുന്നവർ. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ ഒരുപാട് ചകഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ മാറി, ജീവിത രീതി മാറിയത് കൊണ്ട് തന്നെയാണ്. അതായത് പ്രധാനമായും ഭക്ഷണ രീതി മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അഥവാ ഒരു പരിധിവരെ ക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മരുന്നിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക വീണ്ടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇറങ്ങുന്ന വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരു റിക്വസ്റ്റ് നടത്തുകയാണ്. ശരി, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം, ആ കാര്യത്തിലേക്ക് കടക്കാം. ഡയബറ്റിക് ആയിട്ടുള്ളവർ അഥവാ പ്രമേഹമുള്ളവർ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതൊരു പ്രധാന ഘടകമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, അതായത് ഡയബറ്റിക്കിനോടൊപ്പം അല്ലെങ്കിൽ ഡയബറ്റീസത്തോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള വൃക്കകൾക്ക് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വെള്ളം അധികം കുടിക്കരുതെന്ന് അവർ പ്രത്യേകം പറയും. അങ്ങനെയാണെങ്കിൽ വെള്ളം അധികം കുടിക്കരുത്. അല്ലാത്ത പക്ഷം ഡയബറ്റിക് മാത്രമാണെങ്കിൽ ദിവസവും നന്നായി വെള്ളം കുടിക്കുക. അതായത് ഈ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതിന് ഇന്ന അളവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ആവറേജ് നമുക്ക് പറയാം, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് എൻ്റെ കണക്ക്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂട് കാലത്ത് നോക്കുമ്പോൾ നമ്മുടെ യൂറിൻ്റെ കളർ ശ്രദ്ധിച്ചാൽ മതി. യൂറിൻ്റെ കളറ് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല പനിനീര് പോലെ തെളിഞ്ഞ കളറാണെങ്കിൽ ഓക്കെ, യു ഡോണ്ട് വറി. പക്ഷേ ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ വെള്ളം കുറവാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ 72% വെള്ളമാണ്. അതിലെ 1% പോലും കുറഞ്ഞാൽ, അത്ര പോലും കുറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഡയബറ്റിക് ആയിട്ടുള്ളവർ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. സാധാരണ വെള്ളം മതി, തിളപ്പിച്ചാറിയ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക. അത് ചുക്കോ മല്ലിയോ ജീരകമോ ഉലുവയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, വളരെ കുറച്ചേ ഇടാവുള്ളൂ ഈ ക്വാണ്ടിറ്റികളൊക്കെ, ഈ സാധനങ്ങളൊക്കെ അത്ര ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുക. ഓക്കെ, അത് രാവിലെ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാവുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ചെറിയ വ്യായാമങ്ങൾ, നമുക്ക് ചെയ്യാവുന്ന വ്യായാമങ്ങൾ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോയിട്ടൊക്കെ വന്നിട്ട് വ്യായാമങ്ങൾ ചെയ്യാം, നിങ്ങളെ കൊണ്ടാകുന്ന വ്യായാമങ്ങൾ. ആ വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നാളെ കാണിച്ചു തരാം, പറഞ്ഞല്ലോ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അരി, ഗോതമ്പ് മുതലായ സാധനങ്ങൾ കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അളവ് കുറയ്ക്കുക. എന്ന് വെച്ചിട്ട് പട്ടിണി കിടക്കണമെന്നല്ല പറയുന്നത്, അതിൻ്റെ അളവ് കുറയ്ക്കുക. അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇരിപ്പിന് 2 കുറ്റിപ്പൊട്ട് അല്ലെങ്കിൽ ഒരു 10 ഇഡ്ഡലി അത്രയൊക്കെ തിന്നാതിരിക്കുക. കാരണം പൊതുവേ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ ഉള്ളവർക്ക് ഈ വിശപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാതെ വാരി വലിച്ച് തിന്നു പോകും. അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ പ്രമേഹം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താ?
നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് കൂടുതലായിട്ട് കണ്ടിരുന്ന പ്രമേഹം. വേറൊന്നുണ്ട്, ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷെ അത് വളരെ ചുരുക്ക ശതമാനമേ ഉള്ളൂ. 10-15% ആൾക്കാർക്കേ ഉള്ളൂ അങ്ങനെ. 90% ആളുകളിലും കണ്ടുവരുന്നത് ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അവിടെയാണ് വ്യായാമത്തിന് പ്രാധാന്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫുഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അരി, ഗോതമ്പ് മുതലായ, അതായത് വേറൊരു രീതി പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. ഓക്കെ, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എന്തൊക്കെ ആകാം? നല്ല ദോശ കഴിക്കാം, പക്ഷെ അളവ് കുറയ്ക്കുക. ഇഡ്ഡലി കഴിക്കാം, പുട്ട് കഴിക്കാം, ഇടിയപ്പം കഴിക്കാം, അപ്പം കഴിക്കാം. നമ്മുടെ നാടൻ ഭക്ഷണം മാത്രം മതി, അതൊക്കെ വളരെ കുറച്ച് കഴിക്കുക. ഓക്കെ, ചായ യാതൊരു കാരണവശാലും കുടിക്കാൻ പാടില്ല. ചായ, പ്രത്യേകിച്ച് പഞ്ചസാരയിട്ട ചായ. ഇനി പാലൊഴിച്ച ചായ കഴിയാവുന്നതും ഒഴിവാക്കുക. കട്ടൻ ചായ കുടിക്കുക വേണമെങ്കിൽ, അല്ലെങ്കിൽ ചുക്ക് കാപ്പി, അത് ശർക്കര ഇടാതെ കുടിക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായി. പിന്നെ ലഞ്ച്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അവിടെയും ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ചപ്പാത്തി, ഈ ചോറും അല്ലെങ്കിൽ അരിയിലും ഗോതമ്പിലും ഒരേ സംഗതി തന്നെയാണുള്ളത്. എൻ്റെ കണ്ടന്റ് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ചോറ് കഴിക്കുന്നതിന് പോലെ ചപ്പാത്തി കഴിക്കണമെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ചോറാകുമ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കും. ചപ്പാത്തി ആകുമ്പോൾ ഒന്ന് ഈ ചവച്ചരച്ച് കഴിക്കേണ്ടത് കൊണ്ട് അത് അളവ് കുറയും. പിന്നെ ഒരു ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു 2-3 എണ്ണത്തിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ചോറെന്ന് പറഞ്ഞാൽ അത്രയല്ല, ഒരുപാട് കഴിച്ചു പോകും. അതുകൊണ്ടാണ് ചോറ് കുറയ്ക്കണം, ചപ്പാത്തി ആക്കാം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെ ധാരാളം വെജിറ്റബിൾസ് കഴിക്കണം. റോ വെജിറ്റബിൾസ് പറ്റുമെങ്കിൽ അത് കഴിക്കാം. എന്തൊക്കെയാണ് റോ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ? കുക്കുംബർ, സാധാരണ നാടൻ വെള്ളരി, പിന്നെ പച്ചയ്ക്ക് കഴിക്കാവുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം കഴിക്കാം. ക്യാരറ്റ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ക്യാരറ്റൊക്കെ കഴിച്ചു നോക്കുക, ഒരു കഷ്ണമൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ കഴിച്ചു നോക്കുക. പിന്നെ അതേപോലെ അപ്പോൾ പച്ചക്കറികൾ കൂടുതൽ പച്ചയായിട്ട് കഴിക്കാം. പഴങ്ങൾ കഴിക്കാം എന്ന് ഡോക്ടർ പറയുന്ന പഴങ്ങൾ കഴിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏത് പഴവും കഴിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഡോക്ടർ പറയുകയാണ് ഇന്ന പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കണ്ട. ഓക്കെ, അപ്പോൾ പഴങ്ങൾ കഴിക്കാം. പിന്നെ പച്ചക്കറി പച്ചയായിട്ട് കഴിക്കുക, ചോറിൻ്റെ അളവ് കുറയ്ക്കുക, ചപ്പാത്തി കഴിക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇതിനോടൊപ്പം ധാരാളം നാരുള്ള ഭക്ഷണം. എന്തൊക്കെ ഈ നാരുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ കുക്കുംബർ, ഇപ്പോഴത്തെ സീസണിൽ കിട്ടുന്ന മാങ്ങയ്ക്ക് നിറയെ നാരുകളുണ്ട്. എന്തിനാണ് ഈ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ഡയബറ്റിക്കുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്. അതായത് മലബന്ധം ഉണ്ടാകാൻ പാടില്ല. മലശോധന നന്നായി നടക്കണം. അതിന് ഈ ഫൈബർ അടങ്ങിയ, അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. അതിനാണ് ഈ ഓട്സ് ഒക്കെ കഴിക്കാമെന്ന് പറയുന്നത്. ഓട്സിലൊക്കെ നാരുകളുള്ളതാണ്, അത് കഴിക്കാം. അപ്പോൾ അങ്ങനെ നാരുകൾ അടങ്ങിയ, അതായത് മലബന്ധം ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ലഞ്ച് കഴിഞ്ഞു. ഇനി വൈകിട്ട് പ്രമേഹ രോഗികൾ എന്ന് മാത്രമല്ല, ആരായാലും ശരി, ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളവർ, ആരോഗ്യം സംരക്ഷിക്കണം ആഗ്രഹമുള്ളവരാണെങ്കിൽ രാത്രി ഭക്ഷണം 7 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. യാതൊരു കോംപ്രമൈസും പാടില്ല. ഒരുപാട് പേര് ലേറ്റ് നൈറ്റായിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നത് കാണാം. രാത്രി ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കും, ഫുഡ് കഴിഞ്ഞ് കാണുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ, നടേതാ 10-11 മണിയായപ്പോഴാണ്. എനിക്കൊന്നും അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അത്ര ലേറ്റായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ വല്ല വീട്ടിലെന്തെങ്കിലും അത്യാഹിതങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ 11 മണിക്കൊക്കെ കഴിച്ചെന്നിരിക്കും. പക്ഷെ നോർമലി നമ്മൾ 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇതിനിടയിലൊക്കെ ധാരാളം വെള്ളം കുടിക്കുക. ഓക്കെ, ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുത്. ഇനി ഡയബറ്റിക് അല്ലാത്തവർ പോലും ഡയബറ്റിക് ആകുന്ന ഒരു സമയമുണ്ട്. അതായത് അങ്ങനെ ഒരു പ്രീ ഹിസ്റ്ററിയേ ഇല്ല, നേരത്തെ അങ്ങനെ ഒരു ഡയബറ്റിസ് എന്നുള്ളൊരു സംഭവമേ ഇല്ലായിരുന്നവർക്ക് പെട്ടെന്ന് ഒരു ദിവസം വല്ലാത്ത ക്ഷീണവും അതുപോലെയൊക്കെ തോന്നുന്നു. പെട്ടെന്നുണ്ടാകുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ വളരെ കാലങ്ങളോടുകൂടി നമ്മളോടൊപ്പം വന്ന് ചേരുന്നതാണ് ഡയബറ്റിക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ചവച്ച് അരയ്ക്കാത്തത് കൊണ്ടാണ്. ആരും സമ്മതിക്കില്ല. എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ആ ബന്ധുവിന് ഡയബറ്റിക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ, ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം, ടൈം എടുത്തേ കഴിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാവോ? അതിനൊന്നും സമയമില്ലെന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ അയാളുടെ ഫാസ്റ്റിംഗ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് 300 300 ആണ്. 100 താഴെ നിൽക്കണമെന്നാണ്, അറിയാമല്ലോ. ഫാസ്റ്റിംഗ് ഷുഗർ 100 താഴെ നിൽക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കഴിക്കുന്ന ഭക്ഷണം കുറച്ചാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് ചവച്ചരയ്ക്കുക. കാരണം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഭക്ഷണമായിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്, അതായത് അരി, ഗോതമ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ദഹനം പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ ഉമിനീര് ഈ ഭക്ഷണവുമായിട്ട് നന്നായിട്ട് കലരണം. അപ്പോൾ ഏതാണ്ടൊരു 60% ദഹനവും വായിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. ഇതില്ലാതെ നേരെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വയറ്റിൽ ആട്ടുകല്ലും അരകല്ലും ഒന്നും ഇല്ല ഇതിനെ ദഹിപ്പിക്കാനായിട്ട്. നമ്മുടെ ആമാശയത്തിൻ്റെ ഒരു ചലനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനാണ് ഭഗവാൻ ഈ നമ്മുടെ പല്ലുകൾ തന്നിരിക്കുന്നത്, അല്ലേ? പല്ലും നാക്കും തന്നിരിക്കുന്നതിന് വേണ്ടിയാണ്. നന്നായിട്ട് ചവച്ചരയ്ക്കുക, അത് ആസ്വദിച്ച് കഴിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെന്താ കഴിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാന്ന് തോന്നിപ്പോകും, അല്ലേ? പ്രധാനമായിട്ടും മൊബൈൽ നോക്കിക്കൊണ്ടാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ TV. എന്താ കഴിക്കുന്നത്? അമ്മമാർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുട്ടികളുടെ മുമ്പിലേക്ക് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പാത്രം ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുക്കും, കയ്യിലൊരു മൊബൈലും കൊടുക്കും. എന്നിട്ട് ആ ഗെയിമിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് ഇതിങ്ങനെ കഴിക്കും. എന്താ കഴിക്കുന്നത്? മിക്സ്ചർ ആണെങ്കിൽ മിക്സ്ചർ, അതല്ല ചോറാണെങ്കിൽ ചോറ്, ഇതിങ്ങനെ വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ദൈവത്തിന് ആ ഒരു ഭക്ഷണം സമർപ്പിക്കുന്ന പോലെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണ സമയത്ത് യാതൊരുവിധ ബഹളങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ടെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഡയബറ്റിക്കിൻ്റെ പ്രധാന കാരണക്കാരൻ നമ്മുടെ മെൻ്റൽ ടെൻഷൻ തന്നെയാണ്. ടെൻഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠ. നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഉത്കണ്ഠ വേണം, തീർച്ചയായിട്ടും, അല്ലേ? പഠിക്കുന്ന കുട്ടികളായാലും ആ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ ഉത്കണ്ഠ വേണം. ഇല്ലെങ്കിലോ വെറുതെ നമ്മൾ ഡെഡ് ബോഡി പോലെ ആയിപ്പോകും. പക്ഷെ അത് അമിതമാകരുത്. അമിതമാകാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്തുകൊണ്ടാണ് കാരണം, അല്ലെങ്കിൽ ആ ഉത്കണ്ഠയ്ക്ക് കാരണം എന്താണെന്ന് കണ്ടിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ടിട്ട് എന്താ കാര്യം? അവിടെ ആര് രക്ഷിക്കാന്? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുക. അപ്പോൾ ഡയബറ്റിക് ഉള്ളവർ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ, ധ്യാനം. അതുമൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിക്കാം. ഓക്കെ. രണ്ടാമത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പ്രാണായാമം. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, വിടുക. ദീർഘമായി ശ്വാസം എടുക്കുകയും അതുപോലെ ദീർഘമായി ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതും കാണിച്ചു തരാം, പ്രാണായാമം കാണിച്ചു തരാം. അപ്പോൾ ധ്യാനം, പ്രാണായാമം. പിന്നീടാണ് നമ്മുടെ ആസനങ്ങൾ, അതായത് ശരീരഭാഗങ്ങളെ സുഖകരമായ രീതിയിൽ ചലിപ്പിക്കുക. അതിനാണ് ഈ യോഗാസനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കട്ടിപ്പെട്ട് തൂമ്പെടുത്ത് കളിക്കുന്ന പോലെ കാണിക്കണമെന്നൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ട് സുഖകരമായ രീതിയിൽ മാത്രം ചെയ്യുക. അതാണ് ശരിയായ വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഭക്ഷണ നിയന്ത്രണം, സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള മെഡിറ്റേഷൻ, പ്രാണായാമം, യോഗാസനങ്ങൾ. നല്ല മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. അല്ലാതെ നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് എന്താ കാര്യം? ഓടി നടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? അല്ലേ? ശാന്തമായ മനസ്സിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ എന്നൊരു വാക്ക്, ഒരു പ്രയോഗം തന്നെയുണ്ട്. ശരിയല്ലേ അത്? അപ്പോൾ അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി ഭക്ഷണം നിയന്ത്രിച്ച് എല്ലാവരും ശാന്തരായിരിക്കുക. നിങ്ങളുടെ ഡയബറ്റിക് ലെവല് താഴ്ന്നു വരുന്നത് കാണാം. അത് ഒരുപാട് താഴോട്ടും പോകാൻ പാടില്ല, അല്ലേ? ഹൈപ്പോഗ്ലൈസീമിയ ആകാൻ പാടില്ല. ഷുഗർ ലെവൽ വല്ലാതെ താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ രണ്ട് അവസ്ഥയിലും, അതായത് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയും. അതായത് ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് താഴ്ന്നു പോകും. ഇപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നവരല്ലെങ്കിൽ ആ ഡയബറ്റീസിൻ്റെ മരുന്ന് ഗുളിക കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഇൻസുലിൻ ലെവൽ ചിലപ്പോൾ താഴ്ന്നു പോയേക്കാം, അല്ലേ? ചിലപ്പോൾ കണ്ടിട്ടില്ല, വെട്ടി വേർത്തു വരും. നമുക്ക് തന്നെ ഒരു തലകറക്കം പോലെയൊക്കെ ഇങ്ങനെ തോന്നും, തലകറങ്ങി വീഴുന്ന പോലെ തോന്നിപ്പോകും. അപ്പോൾ ആ സമയത്തൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ഒരു ചെറിയ ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു മിഠായിയോ കയ്യിൽ കരുതേക്കണം. ഇത് വെച്ച് എപ്പോഴും തിന്നരുത്. ചോക്ലേറ്റൊക്കെ ഹൈ ഷുഗർ സാധനങ്ങളാണ്, ഒന്നും കഴിക്കാനേ പാടില്ല. ഈ ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രം കൈയിൻ്റെ മടക്കിനോ അല്ലെങ്കിൽ പോക്കറ്റിലോ വെച്ചേക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ തോന്നിക്കഴിഞ്ഞാൽ, ഇങ്ങനെ തലകറങ്ങുന്ന പോലെ വീഴുന്ന തോന്നി അപ്പം എടുത്തിട്ട് അത് തുറന്ന് കഴിച്ചേക്കുക. ഒന്ന് അലിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു പഞ്ചസാര പൊതി, അതിനൊക്കെ നല്ലത് മിഠായി തന്നെയാണ് കൊണ്ടുനടക്കുക. കൽക്കണ്ടത്തിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം കൊണ്ടുപോകാം.
അപ്പോൾ ഇങ്ങനെ അത്തരം മുൻകരുതലും എടുക്കണം. പിന്നെ പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ മുറിവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുക. നാളെ, അതായത് തൊട്ടടുത്ത ദിവസം കറക്റ്റ് 8:30 ആ പ്രമേഹത്തിനുള്ള വ്യായാമം ഞാൻ കാണിക്കും. അത് നോക്കി എല്ലാവരും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെ ചെയ്യുക. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ സുസ്ഥിതി. ഇതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഡയബറ്റിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രമേഹം മാറുന്നതിനുള്ള യോഗാസനങ്ങൾ കാണിക്കുന്നതോടൊപ്പം അത് തന്നെ നമ്മുടെ സമഗ്രമായ ശരീരത്തെയാണ് മാറ്റുന്നതെന്ന് ഓർക്കണം. അല്ലാതെ ഡയബറ്റിക് മാത്രം അങ്ങനെ പറയുമെങ്കിൽ പോലും, നമ്മൾ പറയും ഇത് ഡയബറ്റിക്കിന് ഉള്ള ആസനങ്ങളാണെന്ന് പറയുമെങ്കിൽ പോലും, ഡയബറ്റിക് മാറുന്ന ഒരാളിന് BP ഷൂട്ട് ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? പോയില്ലേ? അപ്പോൾ എല്ലാ സിസ്റ്റങ്ങളും അല്ലെങ്കിൽ എല്ലാ അവസ്ഥകളും നമ്മുടെ ഹോർമോൺ ബാലൻസിങ് വരെ കറക്റ്റ് ആയിരിക്കണം. അതനുസരിച്ചുള്ള യോഗാസനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇന്നത് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ സമഗ്രമായ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെയാണ് നമ്മൾ ആ യോഗാസനങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സശ്രദ്ധം കേൾക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നാളെ രാത്രി 8:30 ഈ വീഡിയോ, ആ യോഗാസനങ്ങളെ കാണിക്കുന്ന വീഡിയോ ചെയ്യാൻ തയ്യാറാകുക. 8:30 8:30 ആ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. വയറ് കാലിയായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 7 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ഭക്ഷണം കഴിച്ചേക്കുക. ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് വേണം. അത് ഓർക്കണം. പ്രമേഹ രോഗികളായാലും ആരായാലും യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഭക്ഷണം കഴിഞ്ഞിട്ട് 3 മണിക്കൂർ ഗ്യാപ്പ് വേണം. അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തുറന്ന ഒരു സ്ഥലത്ത്, നല്ല തുറന്ന സ്ഥലം എന്ന് പറയുമ്പോൾ വെളിയിലിറങ്ങി ചെയ്യണമെന്നല്ല പറയുന്നത്, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഫാൻ ഇട്ടുകൊണ്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക. എല്ലാവരും ആരോഗ്യത്തോടു കൂടിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. നല്ല സന്തോഷത്തോടെ ഇരിക്കാം. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.